എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊല്ലം പ്രദീപ് കുമാർ. അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നവരാത്രി ദിവസങ്ങളിലെ രണ്ടാമത്തെ ദിനം അഥവാ ദ്വിതീയ ദിനത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദുർഗാദേവിയുടെ രണ്ടാമത്തെ രൂപം ബ്രഹ്മചാരിണി ദേവി. നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം പരമശിവനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി തപസ് ചെയ്യുന്ന ദേവിയുടെ രൂപത്തെയാണ് നമ്മൾ ബ്രഹ്മചാരിണി ദേവി എന്ന് വിളിക്കുന്നത്. സൂര്യപ്രഭയാൽ ശോഭിതമായ രക്തവർണ്ണത്താൽ തിളങ്ങുന്ന വെളുത്ത വസ്ത്രം ധരിച്ച ദേവിയാണ് ബ്രഹ്മചാരിണി ദേവി. ഈ ദേവി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ദേവിയുടെ ഒരു കയ്യിൽ കമണ്ഡലുവാണ്, അടുത്ത കയ്യിൽ ജപമാലയും പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യയ്ക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന ദേവിയുടെ ഭാവമാണ് ഈ ബ്രഹ്മചാരിണി ദേവി. തപസ് ചെയ്യാൻ പോവുകയാണ്, തപസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? പരമശിവന് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി. അപ്പൊ വിവാഹം നടക്കുന്നതിന് വേണ്ടി തപസ് ചെയ്യുകയാണ്. അപ്പൊ ഇതൊരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വിവാഹ തടസ്സം അനുഭവപ്പെടുന്നവർക്ക് ബ്രഹ്മചാരിണി ദേവിയെ പ്രാർത്ഥിച്ചാൽ വിവാഹം നടക്കും എന്നുള്ള സന്ദേശമാണ് ഇവിടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വിവാഹം നടക്കാത്തവര് ചൊവ്വാദോഷം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പാപദോഷം കൊണ്ടോ ഒക്കെ വിവാഹം നടക്കാതെ, അല്ലെങ്കിൽ ജാതകത്തിലെ എന്തെങ്കിലുമൊക്കെ ദോഷം കൊണ്ട് വിവാഹം നടക്കാതിരിക്കുന്നവര് തീർച്ചയായിട്ടും ഈ ദുർഗാദേവിയുടെ ബ്രഹ്മചാരിണി എന്ന രൂപത്തെ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ആ ദിവസം ദുർഗാദേവിയുടെ ക്ഷേത്രത്തില് വെളുത്ത പുഷ്പങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ പൂമാലയൊക്കെ ചാർത്തി വഴിപാടുകളൊക്കെ ചെയ്ത് തൊഴുത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വിവാഹം നടക്കും എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ വെളുത്ത പുഷ്പങ്ങളാണ്. അതുകൊണ്ട് വെള്ള പുഷ്പങ്ങൾ അമ്പലത്തിൽ മാല കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുക ദേവിക്ക്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കും. നമ്മുടെ ഇത്തരം ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, ഇതെന്നല്ല ഏത് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയും നമുക്ക് ദേവിയെ താഴെ പറയുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാം. ഓം ദേവി ബ്രഹ്മചാരിണ്യൈ നമ. ഓം ദേവി ബ്രഹ്മചാരിണ്യൈ നമ. ഇത് മന്ത്രമാണ്. ഇനി ധ്യാനം, ദേവി ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ ആ ധ്യാന ശ്ലോകം കൂടി പറയാം. ദദാന കരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലു ദേവീ പ്രസീദതു മൈ ബ്രഹ്മചാരിണ്യേനുത്തമ. ദദാന കരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലു ദേവീ പ്രസീദതു മൈ ബ്രഹ്മചാരിണ്യേനുത്തമ. ബ്രഹ്മചാരിണ്യേനുത്തമ. ഈ മന്ത്രം 12 തവണ ജപിക്കണം. സർവ ഐശ്വര്യങ്ങളും ലഭിക്കും. കൂടാതെ വിദ്യാഭ്യാസപരമായ തടസ്സങ്ങളും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈവാഹിക തടസ്സങ്ങളും, ഏതു വിധത്തിലുള്ള തടസ്സങ്ങളും ഒക്കെ മാറി ഒരു ശുഭത്വം ഉണ്ടാകും എന്നാണ് ഈ ദേവിയുടെ ഐതിഹ്യ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം താമരപ്പൂ പോലെയുള്ള കൈകൾ കൊണ്ട് അക്ഷമാലയും കമണ്ഡലവും പിടിച്ചിരിക്കുന്ന ദേവി, അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട്, ദേവിയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ദ്വിതീയ ദിവസം നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയാൽ, അല്ലെങ്കിൽ വ്രതമൊക്കെ എടുത്ത് നിവേദ്യ വസ്തുക്കളൊക്കെ നൽകിയാൽ തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ പുതിയതായിട്ട് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.